എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള മുക്തി നേടുന്നതിനാണ് കൊല്ലം തോറും ഭക്തർ ശബരിമല കയറി അയ്യപ്പ ദർശനം നടത്തുന്നത്. പരമ്പരാഗത കാനനപാതയിലൂടെ തീർത്ഥാടനം നടത്തിയാലേ ദർശന പുണ്യം സഫലമാകൂ. എല്ലാ വർഷവും ശബരിമലയിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കാനന വഴിയിലൂടെയുള്ള യാത്രയ്ക്ക് ഇന്നും മാറ്റമില്ല. ശബരിമലയെക്കുറിച്ചും തീർത്ഥാടനത്തെക്കുറിച്ചും കൂടുതൽ അറിയാനും അനുഭവിക്കാനും പരമ്പരാഗത യാത്ര സഹായിക്കും. എരുമലിയിൽ നിന്നാണ് കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങുന്നത്. അവിടെ രണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, വലിയമ്പലവും കൊച്ചമ്പലവും. അമ്പും വില്ലുമേന്തി നായാട്ടിന് പോകുന്ന അയ്യപ്പ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ശാപം കൊണ്ട് രാക്ഷസിയായി മാറിയ ദേവസ്ത്രീയായ മഹിഷിയെ കീഴടക്കിയ ശേഷം ഭഗവാൻ നൃത്തം ചവിട്ടിയത് ഇവിടെയെന്നാണ് ഐതിഹ്യം. പണ്ട് കാലത്ത് വനത്തിൽ ജീവിച്ചിരുന്നവരെ പോലെ ഇലകളും വള്ളികളും കൊണ്ട് ശരീരം മറച്ചാണ് നൃത്തമാടിയത്. അതിന്റെ ഓർമ്മയ്ക്കായി ഇന്നും സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്ന ശരണമന്ത്രം പാടി കൊച്ചമ്പലത്തിലെ അയ്യപ്പനെ തൊഴുതാണ് കാനനയാത്ര തുടങ്ങുന്നത്. പിന്നീട് ശരണമന്ത്രങ്ങൾ പാടിയും ആടിയും തുള്ളിച്ചാടിയും വഴിയമ്പലത്തിലെത്തും. അതിനെ പേട്ടതുള്ളൽ എന്ന് പറയും. ഇതിനുശേഷം നേരെ പേരൂർ തീർത്ഥത്തിലെത്തും. കാനനപാതയിലെ ആദ്യത്തെ പ്രധാന സ്ഥലമാണിത്. പേരൂർ തോടായിരുന്നു പണ്ട് നാടിന്റെ അതിര്. അത് കഴിഞ്ഞാൽ കാടാണ്. പേരൂർ തീർത്ഥത്തിൽ മുങ്ങിയിട്ട് വേണം കോട്ടപ്പടി കടക്കാൻ. അല്ലാത്ത പക്ഷം യാത്രയിൽ എന്തെങ്കിലും തടസ്സമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. കോട്ടപ്പടി കടക്കും മുൻപ് പച്ചില അർപ്പിക്കാനുണ്ട്. ഭക്തരെല്ലാം കുറെ സമയം ഇവിടെ വിശ്രമിച്ച് കുളിയും ജപവും കഴിഞ്ഞാണ് യാത്ര തുടരുന്നത്. ഇവിടെ നിന്ന് നേരെ 7 മൈലുകൾ അകലെയുള്ള കാളകെട്ടിയിലെത്തുന്നു. ഭഗവാൻ പരമശിവൻ തന്റെ കാളകളെ കെട്ടിയിരുന്ന സ്ഥലമായിരുന്നതിനാലാണ് ഈ പേര് വന്നതെന്ന ഐതിഹ്യമുണ്ട്. അയ്യപ്പന്മാരുടെ താവളമായ ഇവിടെ കാളകളെ കെട്ടാറുമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. പുരാതന കാലം മുതൽ ശിവവാഹനമായ നന്ദിയുടെ ഒരു പ്രതിമ ഇവിടെ കാണാം. മനുഷ്യന്റെ മൃഗീയ വാസനകളെയാണ് കാളയായി ചിത്രീകരിച്ചിരിക്കുന്നത്. അവയെ മെരുക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ കാള കെട്ടി കടക്കാൻ കഴിയൂ എന്നും വിശ്വാസമുണ്ട്. ഇവിടെ നിന്ന് നേരെ അടുത്ത താവളമായ അഴുതയിലേക്കാണ് പോകുന്നത്. ഏകദേശം 1.5 നാഴിക ദൂരം വരും. അഴുതാ നദിയുടെ തീരമാണിവിടെ. അഴുതയിൽ ആദ്യം മുങ്ങി നിവരുമ്പോഴേ ഒരു കല്ലെടുക്കണം. ആ കല്ലാണ് കല്ലിടാൻ കുന്നിൽ നിക്ഷേപിക്കേണ്ടത്. അതിനുശേഷമാണ് അവിടെ നിന്ന് യാത്ര നടത്താൻ. കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഈ ചടങ്ങ് കൃത്യമായി നടത്തണം. ഒരിക്കലൊരു രാക്ഷസിയെ കൊന്ന ശേഷം അവരെ അയ്യപ്പൻ അടക്കിയ സ്ഥലമാണ് കല്ലിടാൻ കുന്നെന്ന് പറയപ്പെടുന്നു. കന്നി അയ്യപ്പന്മാർ കല്ലിട്ടില്ലെങ്കിൽ രാക്ഷസി വീണ്ടും ഉയർത്തെഴുന്നേറ്റ് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. തന്റെ ശത്രുവിന്റെ കിടങ്ങ് അയ്യപ്പൻ നിരത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ആചാരം നടത്തുന്നതെന്നും ഐതിഹ്യമുണ്ട്. മനുഷ്യരിലെ മോശം സ്വഭാവങ്ങളാണ് വെള്ളത്തിൽ അടിഞ്ഞു കിടക്കുന്ന കല്ല്. അഴുതയിൽ നിന്ന് കല്ല് മുങ്ങിയെടുത്ത അയ്യപ്പ ഭക്തർ അത്തരം വാസനകളെയാണ് പുറത്തെടുക്കുന്നത്. എന്നിട്ട് അവയെ ശരണം വിളിച്ച് കല്ലിടാംകുന്നിൽ നിക്ഷേപിക്കണം. എന്നിട്ട് വലം തിരിയണം, അതായത് വിഷയാസക്തി കൈവെടിയണം. അങ്ങനെ ദുർവാസനകളെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആചാരങ്ങളിലൂടെ മനസ്സിലാക്കി തരുകയാണ് ഈ ആചാരം. കല്ലിടാംകുന്നിൽ നിന്ന് ഭക്തന്മാർ നേരെ ഇഞ്ചിപ്പാറ കോട്ടയിലാണ് എത്തുന്നത്. മറവപ്പടയുടെ തലവനായിരുന്ന ഉദയന്റെ കോട്ടയായിരുന്നു ഇത്. ഇയാളെയും സേനയെയും അയ്യപ്പൻ ഇവിടെ നിന്ന് തുരത്തിയെന്നാണ് കഥ. ഇഞ്ചിപ്പാറ മുപ്പന്റെ ക്ഷേത്രമുണ്ട് ഇവിടെ. ഇവിടെ തൊഴുത് കാണിക്ക സമർപ്പിക്കണം. ഇവിടെ നിന്ന് ഭക്തർ നേരെ എത്തുന്നത് കരിമലയിലാണ്. കരിമല കയറ്റം കഠിനമെന്റെ അയ്യപ്പ എന്ന് പറയുന്നത് വെറുതെയല്ല. അത്രയ്ക്ക് പ്രയാസമാണ് കരിമല കയറുന്നത്. എങ്കിലും വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ യാത്ര നൽകുന്നത്. 7 തട്ടാണ് കരിമലയ്ക്കുള്ളത്. ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് സമതല പ്രദേശമായ വലിയാനവട്ടത്തേക്കാണ്. ഇതിനു താഴെയാണ് ചെറിയാനവട്ടം. പമ്പാ തീരം പോലെ വലിയ വിശാലമായ ഇടത്താവളമാണിത്. ഇവിടെ നിന്നാണ് മണികണ്ഠനെ രാജശേഖര പാണ്ഡ്യന് കിട്ടിയതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് കരിമല കയറി ഇറങ്ങുമ്പോഴേ ഭക്തരുടെ മനസ്സിൽ നിർവൃതി ഉണ്ടാകൂ. ചെറിയാനവട്ടത്ത് നിന്ന് പമ്പയിലേക്കാണ് എത്തുന്നത്. അയ്യപ്പന്മാർ ക്ഷീണമകറ്റുന്നത് ഇവിടെയാണ്. മനസ്സിനെ ആനന്ദഭരിതമാക്കുന്ന അന്തരീക്ഷമാണിവിടെ. ഇതിനടുത്തുള്ള ബാലികേറ മല ആരും അങ്ങനെ കയറാറില്ല. സ്വാമി അയ്യപ്പന്റെ വാഹനമായ പുലി ഇര തേടാനായി പണ്ടിവിടെ പമ്മിയിരുന്നതാണ് അതിന് കാരണം. പമ്പാസരസിലെ സ്നാനം ഓരോ അയ്യപ്പ ഭക്തനെയും ആനന്ദത്തിൽ ആറാടിക്കും. പമ്പാ സദ്യയും ഇവിടെയുണ്ട്.
ഇവിടെയാണ് പരമ്പരാഗത കാനനയാത്ര അവസാനിക്കുന്നത്. പമ്പ വരെ വാഹന സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് എല്ലാ ഭക്തരും നടന്നാണ് സന്നിധാനത്തേക്ക് പോകുന്നത്.